നമസ്കാരം. ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് താമരശ്ശേരിയിലെ അമ്പായത്തൊട്ടിലാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു നാട്ടിലെ ജനജീവിതത്തെ ഒന്നടങ്കം ദുഷ്കരമാക്കിയാണ് ഫ്രഷ് കട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. പ്രക്ഷോഭവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഫ്രഷ് കട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ? 5 വർഷമായി കോഴിമാലിന്യ പ്ലാന്റ് എന്ന പേരിൽ കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ സ്ഥാപനം വെച്ച് 30 ടണ്ണ് മാത്രമേ അവർക്കവിടെ സംസ്കരിക്കാനുള്ള അനുമതിയുള്ളൂ. 150 ടണ്ണോളം അവിടെ ആ പ്ലാന്റിൽ കൊണ്ടുവന്ന 74 പഞ്ചായത്തുകളിൽ നിന്നും ഒരു കോർപ്പറേഷന്റെയും ഒട്ടനവധി മുനിസിപ്പാലിറ്റികളുടെയും കീഴിലുള്ള മാലിന്യം അവിടെ ഒരു ചെറിയ പ്രദേശത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 4000-ഓളം കുടുംബങ്ങൾ, ഇരുതുള്ളിപ്പുഴ എന്നൊരു നീരൊഴുക്കുള്ള നല്ലൊരു പുഴ, ആ പുഴയുടെ 50 മീറ്റർ പോലും ഇല്ലാതെയാണ് ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത്. ആ പുഴയിലേക്ക് ഇതിന്റെ മാലിന്യങ്ങളും സ്ലറിയും ഒഴിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന 5 വർഷമായി. ഒരുപാട് കോർപ്പറേറ്റുകൾ അടങ്ങിയ ചില രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കമ്പനി ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സമരത്തിന്റെ മുഖത്താണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങളുടെ അമ്മമാർക്കും ഒരുപാട് രോഗികൾ, ക്യാൻസർ രോഗികളടക്കം, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളടക്കം, അതുപോലെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഡിസേബിലിറ്റി ആയ കുഞ്ഞുങ്ങളുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് ഈ മാലിന്യ പ്ലാന്റ് എടുത്തു മാറ്റുന്നതിന് വേണ്ട സമരമാണ്. ഞങ്ങളൊരു സമരപ്പന്തൽ കെട്ടി ഇന്ന് 24ാമത്തെ ദിവസമാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തെ ഈ ഫ്രഷ് കട്ട് ബാധിച്ചിരിക്കുന്നത്? ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളായാൽ, ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളായ ഇവര് ഇതിന്റെ ഇത് സംസ്കരിക്കുന്നതിന്റെ സ്മെല്ല്, ഇതിന്റെ പൈപ്പ് അതല്ലെങ്കിൽ അതിന്റെ പുറത്തേക്ക് ഇതിന്റെ സ്മെല്ല് വരുന്ന കാര്യങ്ങൾ തുറന്നു വിട്ടിട്ട് വലിയ രീതിയിലുള്ള ആളുകൾക്ക് അസുഖങ്ങൾ, അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല നിത്യമായിട്ടുള്ള രോഗം കൊണ്ട് പിടിക്കപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ, തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ രീതിയിലുള്ള ആസ്മ, അതുപോലെ തന്നെ ചൊറിച്ചിൽ പോലുള്ള രോഗങ്ങളെ കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. അതിലൊക്കെ അപ്പുറം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 50 മീറ്റർ പോലും ദൂരല്ലാത്ത അതിന്റെ സൈഡിലൂടെയാണ് ഇരുതുള്ളിപ്പുഴ ഒഴുകുന്നത്. അതിലേക്കാണ് ഇവർ ഇതിന്റെ സ്ലറി, ഇതിന്റെ വേസ്റ്റ് മൊത്തം ഒഴുക്കുന്നത്. ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ളമാണ് ഈ ഇരുതുള്ളിപ്പുഴയിലൂടെ ഒഴുകി പോകുന്നത്. NIT മുതൽ, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകളെ ഒക്കെ ആശ്രയിക്കുന്ന ഒരു ജലസ്രോതസ്സാണ് ഇരുതുള്ളിപ്പുഴ. ഇതിലേക്കാണ് ഇതിന്റെ സ്ലറി ഒഴിച്ച് ഇതിനെ മലിനമാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുളിക്കാൻ പോകുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് മേലിൽ ചൊറിച്ചിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കുടിക്കുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇതിന്റെ ഓണർമാർക്ക് അനുകൂലമായിട്ടുള്ള വിധിയും അവരുടെ നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം 5 വർഷമായിട്ടും ഇവിടെ ഉന്നയിച്ചിട്ട് അധികാരികളിൽ മുഴുവനും ഈ സമരസമിതി എത്തിച്ചിട്ടും ശക്തമായ ഈ സമര നടപടികൾ സ്വീകരിച്ചിട്ടും ഇതിനൊരു പരിഹാരമാകാത്തത്, അവിടെയാണ് നമ്മൾ ഇതിന്റെ കമ്പനീന്റെ സ്വാധീനം നമ്മൾ പരിശോധിക്കേണ്ടത്. ഞങ്ങളുടെ പരാജയവും, ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതും അവിടെയാണ്. കാരണം ചെയർമാൻ സൂചിപ്പിച്ചു, കോടതിനെ വരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന്. അതിലും വലിയൊരു കളി ഇവർ കളിക്കുന്നുണ്ട്. ഇവിടുത്തെ അധികാരവർഗ്ഗങ്ങൾ, അതായത് ഞങ്ങൾക്ക് നീതി തരേണ്ട, ഈ കമ്പനീനെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് സപ്പോർട്ടാണ്. അതേപോലെ ശുചിത്വ മിഷനിലെ മെയിൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ്. അതുപോലെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 5 വർഷക്കാലം ഇവർ നടത്തുന്ന എല്ലാ ഈ ജനദ്രോഹങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കട്ടിപ്പാറ പഞ്ചായത്ത് ആയിക്കോട്ടെ, ശക്തമായ ഒരു നിലപാട് ഈ സമയം വരെ ഇവർ സ്വീകരിച്ചിട്ടില്ല. കാരണം അവർക്ക് പഞ്ചായത്തിലേക്ക് കിട്ടുന്ന ടാക്സോ അങ്ങനത്തെയുള്ള ഫണ്ടുകളാണ് ഇവർക്ക് വലുത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കാത്തത്. ഇതിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ട ഒരു പ്രശ്നം പൊല്യൂഷൻ പോലെ തന്നെ കുടിവെള്ള പ്രശ്നമാണിത്. കാരണം 17 പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുള്ള പുഴയാണ് ഇരുതുള്ളിപ്പുഴ. ഈ ഇരുതുള്ളിപ്പുഴയുടെ തീരത്ത് ഒരു കാരണവശാലും ഇത്തരം റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിന് ലൈസൻസ് പഞ്ചായത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ അവർക്ക് എങ്ങനെ കിട്ടി? അതാണ് പൈസ കൊടുത്തു വാങ്ങി. അതേപോലെ ഇവിടുത്തെ സാമ്പത്തികം കൊടുത്തുള്ള പല സ്വാധീനങ്ങളും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ
ഈ സമരം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ 24 ദിവസമായിട്ട് എന്റെ വാർഡിൽ താമരശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡിലാണ് ഈ സമരപന്തലുള്ളത്. അപ്പോൾ കൊച്ചു മക്കളും പ്രായമായ അമ്മമാരും എല്ലാവരും വന്നിട്ട് ഈ സമരപന്തലിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഈ ഇരുതുള്ളി പോയ മലിനമാക്കുന്ന ഈ ഫ്രഷ് കട്ട് എന്ന മാലിന്യ കമ്പനി അവിടുന്ന് അടിച്ചു പൂട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്റെ വാർഡിലെ ഒരു 100ഓളം കുടുംബങ്ങൾ, അതുപോലെ തന്നെ താമരശ്ശേരി പഞ്ചായത്ത്, ഓമശ്ശേരി പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്തിലെ ജനങ്ങളാണ് 4000ഓളം വരുന്ന കുടുംബങ്ങളാണ് ഈ ഫ്രഷ് കട്ടിന്റെ ദുർഗന്ധവും അതേപോലെ പുഴ മലിനീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോരുന്നത് 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങളിവിടെ. 5 വർഷം പൊരുതി പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ശക്തമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇനി മുന്നോട്ട് ഈ അവരുടെ 4 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അധികാരികളും പഞ്ചായത്തും എല്ലാവരും കൂട്ടുനിന്ന് അവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് അനുവദിക്കൂല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിന് മുന്നോട്ടിറങ്ങിയത്. 24ാം ദിവസമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ വീടുകളിൽ നിന്നും ഇപ്പോൾ എക്സാമിന്റെ കാലമാണ്. അവർക്ക് ഒരു വിധേനയും മനംപുരട്ടലും ഛർദിയും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട്. കിടപ്പ് രോഗികൾ അവർക്ക് എങ്ങോട്ട് എഴുന്നേറ്റ് പോകും. അപ്പൊ ഇത് കണ്ടില്ല എന്ന് വെച്ച് ഈ ഒരു ദുരിതം കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇനിയും മനസ്സിലാവാത്തത്. ഈ 9-10 വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പരാമർശിക്കുന്ന ഇരുതുള്ളിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് താമരശ്ശേരി ഹോസ്പിറ്റൽ ഉൾപ്പെടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ജലനിധിയും വാട്ടർ അതോറിറ്റിയുടെ സംവിധാനം ഉൾപ്പെടെ ഏതാണ്ട് കുടിവെള്ള പദ്ധതികൾ ആ ഇരുതുള്ളിപ്പുഴയിലുണ്ട്. അതുപോലെ തന്നെ അണ്ടോണ 10ാം വാർഡിലെ ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു പുഴയും കൂടിയാണ് ഇരുതുള്ളിപ്പുഴ. ആ പുഴയിൽ കുളിക്കാനോ അലക്കാനോ ഒന്നും കഴിയാത്ത രൂപത്തിലാണ് ആ വെള്ളം എത്രയും മലിനമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ആ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത്, ഈ കമ്പനി ഫ്രഷ് കട്ട് എന്ന് പറയുന്ന കമ്പനി അവിടുന്ന് പൂട്ടിപ്പോവുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ പൂട്ടിപ്പോകുന്നത് വരെ, കമ്പനി അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത് വരെ സമരരംഗത്ത് ഞങ്ങൾ ഉണ്ടാകും. ശക്തമായിട്ട് തന്നെ ഞങ്ങൾ സമരത്തുണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഇവര് ശരിക്ക് സർക്കാർ തലങ്ങളിൽ, ഈ പഞ്ചായത്ത് തലങ്ങളിലും ചില ആളുടെ അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ഇവരുടെ ഒരു ഏകാധിപത്യം. ജില്ലയിൽ മറ്റു ജില്ലകളിൽ നിലവിൽ 16ഓളം പ്ലാന്റുകളുണ്ട്. മറ്റു ജില്ലകളിൽ 7-8 പ്ലാന്റ് ഉണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ 74 പഞ്ചായത്തിലും 4 കോർപ്പറേഷനിൽ ഈ എല്ലാ വേസ്റ്റും ഈ ചെറിയ ഈ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ സൈഡിലോട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. ഈ കോഴിക്കോട് ജില്ലയിൽ ഇവർ മാത്രമേ ഉള്ളൂ. ഇവരുടെ കുത്തകയാണ്. അത് ചില ഉദ്യോഗസ്ഥ, ജില്ലാ ഭരണകൂടം പോലുള്ള ഉദ്യോഗസ്ഥ ലോബികൾക്ക് വേണ്ടിയിട്ട് ഇവരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അല്ല, ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മറ്റു പ്ലാന്റുകൾ അനുവദിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. പ്ലാന്റുകൾ അനുവദിച്ചാൽ ഞങ്ങളുടെ ഒരു പ്രയാസത്തിന് തീരാൻ വേണ്ടി ഞങ്ങൾ പറയൽ തുടങ്ങിയിട്ട് 5 വർഷമായി. ആ 5 വർഷത്തിൽ എത്ര സിറ്റിംഗുകൾ നടന്നു, എത്ര പ്രാവശ്യം ഈ പഞ്ചായത്തിൽ പരാതികൾ കൊടുത്തു. മുഖ്യമന്ത്രി മുതൽ ഞങ്ങൾ താഴോട്ട് ഈ പഞ്ചായത്ത് ഓഫീസ് വരെ എത്ര പരാതികൾ. ആ പരാതികളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഉള്ള ഒരു നടപടികളാണ് ഞങ്ങൾക്ക് അനുകൂല നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഞങ്ങൾ കുടിൽ കെട്ടി ധർണ നടത്തും. ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങൾ ശുദ്ധവായു ഇവിടെ കിട്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ശുദ്ധവായു കിട്ടുന്നില്ല, ശുദ്ധജലവും കിട്ടുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് അത് കിട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കാനുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനം. ഇവിടെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു കുടുംബശ്രീ ലോൺ എടുത്തെങ്ങാണ്ട് ഒരു കമ്പനി തുടങ്ങുമ്പോൾ 100 നൂലാമലായിട്ട് ബലി വരും. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതെന്താ ഇവരെ ഈ കാര്യത്തിൽ വലിയ തീരുമാനം എടുക്കാത്തത്? ഒരു പാവപ്പെട്ട ചെറിയൊരു കമ്പനി തുടങ്ങിയപ്പോട്ടെ, അപ്പോൾ വരൂ. ഇവരൊക്കെ പൈസ വാങ്ങിയുള്ള കളികളാണ്. ഞങ്ങളൊന്ന് തീരുമാനിച്ചത്, ഞങ്ങൾ ഉറച്ചായിട്ടൊരു തീരുമാനമുണ്ട്. ഞങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, അത് നിങ്ങൾക്ക് അടുത്ത് കേൾക്കാം. തീരുമാനം ഇതിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ നിർത്തും. അവർ ഈ ദാസ്യം തുടരുകയാണെങ്കിലുണ്ടല്ലോ, സമരം ഇങ്ങോട്ടല്ല വരിക, സമരം നേരെ പ്രസ് കട്ടിലേക്ക് പോകും. അത് തീർച്ചപ്പെടുത്തിയ കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്വാസം മുട്ട് വരിക, പിന്നെ അലർജി വരിക, മഞ്ഞപ്പീത്തം, ഫുള്ള് മഞ്ഞപ്പീത്ത. എന്റെ മരോള്, എന്റെ വീട്ടിലെല്ലാവരും മഞ്ഞപ്പീത്ത. വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാ. പിന്നെ ഉറങ്ങാനാണില്ല. ഒരു 10 മണിയായാല് ഭയങ്കര സ്മെല്ലാ. ഭയങ്കര സ്മെല്ലാ. ഭക്ഷണം കഴിക്കാനാണില്ല. പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാനാണില്ല. പോയാൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുക. ഒന്ന് അലക്കാനും ഒന്നിനും പറ്റണില്ല. ഭക്ഷണം തിന്നാൻ ഒന്നിനും കഴിയണില്ല. എന്തായാലും അടിച്ചു പൂട്ടണം. ഇനി ഞങ്ങൾക്ക് നോമ്പാ വരുന്നത്. ഞങ്ങൾക്ക് അത്തായം തിന്നണമെങ്കിൽ ഈ വാസന ഇല്ലാണ്ടാക്കണം. 3 മണിയാകുമ്പത്തിന് ഭയങ്കര വാസനയാ. പോയാൽ ഉറങ്ങുമ്പോ കുളിക്കാൻ വരെ പറ്റുന്നില്ല. ഈ നെയ്യ് ഇങ്ങനെ ഊറിപ്പോയി. ഞങ്ങൾക്ക് 24 മണിക്കൂർ പോയാൽ അടുത്തുള്ളവരാ. ഈ മണം കൊണ്ട് കടന്നുറങ്ങാൻ തന്നെ പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ നിർത്തി തന്നെ വേണം.
അല്ലാതെ നെയ്ക്കാനാവൂല. ചെറിയ മക്കളെ ഞെട്ടിപ്പോകുക ഇതിന്റെ മണം കൊണ്ട്. നായ്ക്കളെന്നാ ചത്ത് കിടക്കുമ്പോൾ മണക്കുക. എന്തേത്തും മണം അറിയോ? പോയാലെ കുളിച്ചുകൂടാ. പോയാലെ വെള്ളം എന്തോ ഒരാളെ കുടിക്കുന്നത്. അത് ചൊറി വരെ വരിക, മഞ്ഞപ്പിത്തം വരെ എല്ലാവർക്കും വന്ന് ഇനിയും വരും എന്നുള്ളത് അങ്ങ് ഒഴിക്കുകയാണെങ്കിൽ ഇനി പറ്റൂല. അത് നിർത്താന്നൊക്കെ ഞങ്ങൾ പോകുന്നത്. വാസനായിട്ട് രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ തീരെ സഹിക്കാനല്ല, മക്കൾക്കൊക്കെ നല്ല പ്രയാസമാണ്. മക്കൾക്ക് ചോറ് വാരി കൊടുത്താൽ മക്കൾ പറയും മണക്കിന് മാണ്ട, അങ്ങ് ചോറ് മാണ്ടാൻ. ഇതോ ചീത്ത വാരി തരിക. നമുക്ക് ഞങ്ങൾ വാരി കൊടുത്താൽ കയ്യൊക്കെ കണ്ടില്ല. ഇപ്പോൾ ചൊറിഞ്ഞ് നാസാകുക. വെളുത്ത് കുടിച്ച് വെള്ളമല്ല, പോയാൽ വെള്ളമല്ല. പോയാൽ ഞങ്ങൾ കിണറൊന്നും ഇല്ലാത്തവരാ. ഞങ്ങൾക്ക് പോയാൽ വെള്ളമല്ല. പോയെന്ന് കുടിക്കണം. അതിന് വെള്ളവും ഇല്ല, പറ്റൂല. ഇപ്പൊ മണത്തിട്ട് പോയാൽ രാത്രി എല്ലാ നേരവും മണക്കുക. മക്കൾ തിന്നാൻ കൊടുക്കാനില്ല, കിടന്ന് ഉറങ്ങാനില്ല, തിരിച്ച് കുറിച്ച് ഇടാനില്ല. മേലോട്ടാ ചോറി പിടിച്ച് വളർന്ന് കിടക്കുക. മേലോട്ടാ അതാട്ട് വീട്ടിൽ ഒരുപോലെ ചൊറിയാതാ. കയ്യൊക്കെ കണ്ടി കുടിച്ചിട്ടാ പോയെന്ന് കുടിച്ചിട്ടാ ചൊറിയുന്നു. വെള്ളത്തിൽ മാറ്റി ഞങ്ങൾ ജീവിക്കാനോ വയ്ക്കണോ തന്നെ വേറൊന്നുമില്ല. പിള്ളേർക്കുള്ളതൊന്നും പഠിക്കാനാവില്ല, ഭക്ഷണം കഴിക്കാനാവില്ല, മണത്തെടുക്കില്ല, ഉറങ്ങാൻ കഴിയില്ല. അയ്യോ ഞങ്ങൾ എങ്ങോട്ടാ പോവുക? കൈയൊക്കെ ചൊറിയ, തല കറങ്ങി വികാനാ പോവുക. അതൊക്കെ ആയിട്ട് ഞങ്ങൾക്കാവില്ല. ഇത് പൂട്ടാത്ത ഇത് പൂട്ടാൻ ഞങ്ങൾക്ക് ജീവിക്കാനാവൂല. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോ മണം തുടങ്ങും. പിന്നെ കൊറേ നേരം ഉണ്ടാവും. കൊച്ചക്കൊക്കെ നല്ല മണയിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാനും ഒന്നും ആവില്ല, പഠിക്കാനും ആവൂല. നിങ്ങൾ ഈ വെടിക്കട്ടി അടിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾക്കൊന്ന് ശ്വാസം വിട്ടും കാഞ്ഞ് കിടക്കാനും ഇരിക്കാനും ആക്കി തരണം. നമുക്ക് നടക്കാനും ഇരിക്കാനും ആത്ത മനുഷ്യന്മാരാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. വെള്ളം കുടിക്കാനും ഒഴിവില്ല, തിന്നാനും കുടിക്കാനും ഒഴിവില്ല, പിന്നെ കക്കുസുപ്പാൻ ഒഴിവില്ല, പുറത്തൊക്കെ ഇറങ്ങാൻ ഒഴിവില്ല, കിടക്കാൻ ഒഴിവില്ല, ശ്വാസം മുട്ടിയിട്ട് കിടക്കാനും നിൽക്കാനും ആകുന്നില്ല. ഞാൻ തീരെ ഒരു ആപതില്ലാത്തൊരു പെണ്ണാണ്. ഞാൻ എനിക്ക് തീരെ നടക്കാനും ആകാനും ഒന്നും പറ്റാത്തൊരു പെണ്ണാണ്. ഇതോട് ഞാൻ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ ഇവിടെ വന്നത്. ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് ആയി കിട്ടണോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എത്രയും പെട്ടെന്ന് ഈ ബസ്കട്ടൊന്ന് നിർത്തി തരണം ഞങ്ങൾക്ക് ജീവിക്കാൻ. ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ട്, എനിക്കൊക്കെ ശ്വാസമുട്ടായിട്ടും ജീവിക്കാനാകുന്നില്ല. എനിക്കാണെങ്കിലും ശ്വാസമുട്ടാണ്. എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത ഒരു പെണ്ണാണ് ഞാൻ. എന്റെ 2 വർത്താൻ പറയാത്തൊരു 2 മക്കളാണ് എനിക്കുള്ളത്. ഓരോരുത്തർ ജീവിക്കാൻ എനിക്ക് ബാക്കി തരണം. ഈ സാധനം ഒന്ന് അടിച്ചു പൂട്ടിയിട്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്? എനിക്ക് ആരുടെ മണത്തിട്ട് ഒരവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിന്റെ വലിയ എരിയത്താണ് ഞങ്ങൾ കൊടുക്കുന്നത്. തീരെ എല്ലാ സമയത്തും ഉണ്ട്. അന്തിക്കൊക്കെ കടക്കാനാകുന്നില്ല. നമുക്ക് പൊളിച്ചക്കൊക്കെ നോമ്പ് വെക്കാനൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ അന്ത്യത്തും മണാന്നാണ് അറിയുന്നത്. പകലത്ര അല്ലെങ്കിലും രാത്രിയാണ് മണക്കുന്നത്. നിസ്കരിക്കാനൊക്കെ ഞമ്മക്ക് എണീക്കണ്ടേ? അല്ലാണ്ട് ഞമ്മക്ക് നിസ്കരിക്കാണ്ടിരിക്കാനൊന്നും പറ്റൂലല്ലോ. കുട്ടികളുടെയൊക്കെ അസുഖമൊക്കെ വരുന്നുണ്ട്. അസുഖം നന്നായിട്ട് വരുന്നുണ്ട്. എന്റെ വീട്ടിൽ തന്നെ എന്റെ മോനെ ഇപ്പൊ ചുമമായിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താണ് ഇതിന് പ്രശ്നം, ഇതുവരെ പ്രശ്നം കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ ഓർമ്മ കിട്ടൂല. ഇത് മലിനമാണ്, ഇത് ശ്വസിക്കുന്ന. ഈ കുട്ടിക്ക് 4 വയസ്സായി. ഈ കുട്ടി ജനിച്ചിട്ട് 4-5 വർഷം ആയല്ലോ ഞങ്ങൾ ഈ പ്രശ്നത്തിന്റെ ഈ ദുരിതം അനുഭവിക്കുന്നത്. അപ്പൊ 4 കൊല്ലം ഈ കുട്ടി ഈ ശ്വാസമുട്ട് അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന്റെ ഒരു മലിനം തന്നെയാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ രാത്രി കിടന്നുറങ്ങാനൊന്നും പറ്റുന്നില്ല, ജീവിക്കാൻ കഴിയണില്ല, ശ്വാസം മുട്ടുകയാണ്, പഠിക്കാനൊന്നും കഴിയണില്ല. ഭയങ്കര പ്രശ്നമാണ് ഇതിന്റെ മണമൊക്കെ. പുരയിലൊക്കെ ചെറിയ മക്കളാണുള്ളത്. പിന്നെ ഞങ്ങൾക്ക് എന്താക്കാനാ? ഇത് പൂട്ടാൻ പറഞ്ഞിട്ട് പൂട്ടണമില്ല. രാത്രിയാണ് കൂടുതൽ മണം ഉണ്ടാവലുള്ളത്. പിന്നെ രാവിലെ അങ്ങനെ മണക്കലില്ല. രാത്രി കുറെ ടൈം ആകുമ്പോഴാണ് മണം കൂടുതൽ ഉണ്ടാവുക. വാതിൽ തുറക്കാനൊന്നും ആവൂല. എന്നിട്ട് പൂട്ടിയിടലാണ് എപ്പോഴും. പുഴ കുളിക്കാൻ പോകുമ്പോ അത് ഫ്രഷ് കട്ട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഞങ്ങൾ കുളിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്നിട്ട് കേറിപ്പോ കുളിച്ച് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ചൊറി വന്ന് മേല് മുഴുവൻ ചൊറി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, പഠിക്കാനൊന്നും പറ്റില്ല. നല്ല മഴ രാത്രി 10 മണിക്ക് ശേഷം. എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് എടുത്തു മാറ്റണം എന്നാണ്. ഞാൻ ആശാവർക്കറാണ്. ഇതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ എല്ലാ വിഷമങ്ങളും പറയുമ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്തല്ലേ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വിഷമം ഉണ്ടാവാറുണ്ട് ജോലി ചെയ്യുമ്പോൾ. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെ ജനങ്ങളെ പിന്നെ ജീവന് വേണ്ടിയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാ ചോദിക്കുന്നത്. പിന്നെ ഏത് തന്നെ പാർട്ടിയാലും എത്ര തന്നെ പൈസ കിട്ടിയാലും നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് ഒരു അഭിപ്രായമാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു
കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ശ്വാസമുട്ടുള്ള രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, പിന്നെ മരുന്ന് കഴിച്ചിട്ട് കാര്യമല്ല, പിന്നെ ബൈപ്പാപ്പ് വെച്ച് ഓക്സിജൻ വെച്ചൊക്കെയാണ് പിന്നെ രോഗികൾ കിടക്കുന്നത്. എന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ എന്നെ വിളിക്കുക ആംബുലൻസ് കിട്ടുമോന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഓർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷെ ഓല് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്. 12 മണിക്ക് 3 മണിക്കൊക്കെ വിളിച്ചിട്ടാണ് ആൾക്കാർ ബുദ്ധിമുട്ട് പറയുന്നത്. പിന്നെ ഗർഭിണി, ഞങ്ങളുടെ വാർഡിൽ 15 ഗർഭിണി ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ ഏരിയയിൽ തന്നെ 3 ഗർഭിണികളുണ്ട്. അവർക്ക് സംസാരിക്കാൻ വരെ പറ്റുന്നില്ല ബുദ്ധിമുട്ടുകൊണ്ട്. പിന്നെ മൂക്കിന്ന് ബ്ലഡ് വരിക, സ്കിന്ന് പ്രശ്നം വരിക, ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ ഓരോ പേഷ്യന്റ് അനുഭവിക്കുക. കുട്ടികൾ 10ാം ക്ലാസ് എക്സാം എഴുതേണ്ടി എങ്ങനെയാണെന്നാ ചോദിക്കുന്നത്. അവർക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഈ സ്മെല്ല് കാരണം പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവുക ചെയ്യുന്നത്. ഞങ്ങളൊക്കെ കുറച്ച് പ്രവാസികളാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വീട്ടിലേക്ക് വിളിക്കുന്ന ടൈമിന് പിന്നെ ഫാമിലി, മക്കളായാലും ഭാര്യ, ഉമ്മ എല്ലാവരും പറയുന്നത് ഈ മണം ശ്വസിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഭാര്യയൊക്കെ ഇപ്പോൾ ഒരു പിന്നെ ചുമയാണ്. ഇപ്പോൾ ഒരു പിന്നെ ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നത്. പിന്നെ ചെറിയ മോനുണ്ടെങ്കിൽ 7 വയസ്സായ അവനും ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ കാലും കൈയും ചൊറിച്ചില്, ശ്വാസം മുട്ട്, ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ നേരിട്ടിപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഞങ്ങളിപ്പോ വന്നിട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോ വീട്ടില് ഇന്നലൊക്കെ രാത്രിയൊക്കെ ഇത് വലിയ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം, പിന്നെ സമരപന്തൽ കെട്ടി പ്രതിഷേധിച്ച് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ ഇത് സ്മെല്ല് വരുന്നത്. ഇന്നലെ രാത്രിയൊക്കെ ഒരു 10 മണിയൊക്കെ ആയ ടൈമിനൊക്കെ നല്ല സ്മെല്ലാണ് വരുന്നത്. പിന്നെ നമ്മളൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം അവിടുന്ന് വരുമ്പം ഒരു പുഴയിലിറങ്ങി കുളിക്കാനും ഒരു മക്കളെ കൊണ്ട് കുളിക്കാനൊക്കെ ഉള്ളൊരു ഇതിനൊക്കെ നമ്മളൊരു ആഗ്രഹമാണത്. അതിന് വേണ്ടി വരുമ്പം ഇപ്പം നോക്കുന്ന ടൈമിന് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പുഴയിലൊക്കെ ഒരു വെള്ള പത പോലെ അങ്ങനെ പൊന്തി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. നമുക്കിപ്പോൾ പോയിട്ട് ഒരു ദിവസം ഞാനിവിടെ വന്ന് മക്കളെല്ലാവരും പറഞ്ഞ മാതിരി തന്നെ പോയി കുളിച്ചിട്ട് ഡോക്ടറെ കാണിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ മാറി കിട്ടുന്നത്. ഒരു ഇങ്ങനെ ചൊറി വരിക, കൈമലൊന്നായിട്ട് എല്ലായിടത്തും പ്രശ്നം വരിക. പിന്നെ പല ആൾക്കാരെയും മക്കളെ എല്ലാ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള എല്ലാതാണ്. നമുക്കൊരു വേറൊരു കാര്യങ്ങൾക്ക് പോകാനോ ഇതിനോ ഉള്ളതില്ല. അധികം ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളൊക്കെ മൊത്തം ബുദ്ധിമുട്ടാണ് ഇതിനെ കൊണ്ട്. രാത്രി ആയി കഴിഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ ഒരു ഇതുണ്ടാവില്ല. ഇപ്പം സമരത്തിന്റെ ഇപ്പൊ പറഞ്ഞതിന് ശേഷം 10-15 ദിവസമായിട്ട് ഭയങ്കര സ്ട്രോങ് ലെവലിൽ സ്മെല്ല് വിടുക. അപ്പൊ നമുക്കൊക്കെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ലീവിൽ വരുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് നിൽക്കാനോ ചെയ്യാനോ ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വരെ പ്രതിഷേധവും കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ലീവ് എടുത്തിപ്പോ വന്നത് തന്നെ ഇവിടെ ഇതിൽ കൂടാൻ വേണ്ടിയിട്ട്. ഈ വാസന അങ്ങോട്ട് വന്നിട്ട് എന്റെ പിഞ്ച് പേരക്കുട്ടികളടക്കം ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ്. ഇപ്പൊ എപ്പോഴും ആസ്പത്രി പോലെ അന്ന് പോയോ എന്റെ പേരക്കുട്ടിനെ എടുത്തുങ്ങാനിപ്പോ പോയിട്ടുണ്ട്. സദ്യന്തോ ആണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രത്തെ പറയാനുള്ളൂ, ഇത് അവിടുന്ന് അടിച്ചു പൂട്ടുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല. എന്നിട്ട് മാത്രമേ ഞങ്ങൾ എന്ത് സാധ്യത മരണം വരെ ഇതിന് തയ്യാറാണ് ഞങ്ങൾ. അവരോട് പരാതി പറയുമ്പോൾ അവരെന്താണ് മറുപടി പറയുന്നത്? അവര് പറയുന്നത് ചില ആൾക്കാരുകളൊക്കെ പൈസ മാർച്ചിട്ട് അമ്പി നിൽക്കുകയാണിത്. അതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ മാർച്ച്, ആയിരക്കണക്കിന് ആൾക്കാരുകളാണ് ഇവിടെ മാർച്ച് നടത്തുന്നത്, ഞാൻ ഉൾപ്പെടെ. ഞാൻ അവിടെ അടുത്ത താമസിക്കാനാണ്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളികളാണ്. ഞാൻ മത്സ്യത്തിന് പോകുമ്പോൾ മാത്രം 3 മണിക്കാണ്. ആ 3 മണിക്ക് ആ റോട്ടുമ്മൽ നിൽക്കുമ്പം വരെ എനിക്ക് വണ്ടി കാത്തു നിൽക്കുമ്പോൾ യാതൊരു ഒഴിവുമില്ല. എന്നിട്ട് ഞാൻ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ദിവസം കണ്ട് എന്നെ ആ വണ്ടി കയറ്റി ഞാൻ അവിടെ കൊണ്ട് ചേർക്കി തന്നത് എന്റെ മാർക്കറ്റിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. ഇതിന് പരിഹാരം ഈ കട്ടിപ്പാറ പഞ്ചായത്ത് ഉണ്ടാക്കണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെല്ലാരും ഈ പുഴയിലേക്കാണ് എല്ലാ ഈ പാത്രങ്ങളും എല്ലാ ഈ അലക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ കൂടത്തായി, മൈക്കാവ്, ചുങ്കം, പിന്നെ അമ്പായത്തോടുള്ള എന്താ പറയാ പൂനൂർ കോരങ്ങാട് ഭാഗം എല്ലാരും വണ്ടിയും വിളിച്ച് വണ്ടി സാധനം കയറ്റി വന്നിട്ട് പുഴയിൽ അലക്കി കുളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഞങ്ങളെ ബന്ധുമിത്രായോ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും കൂടാനെന്ന് പറഞ്ഞ് വരുന്നത് ഈ പുഴയെ ഉദ്ദേശിച്ചാണ്. ഈ പുഴയിൽ വന്നിട്ട് എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് അവിടുന്ന് നീന്തി പഠിച്ച് മീനൂറ്റി എന്താ പറയാ കളിച്ച് ചിരിച്ച് എല്ലാം മുങ്ങി കുളിച്ചാണ് അവരെ വീട്ടിൽ ഈ പുഴയിൽ നിന്ന് അവർക്ക് കയറാൻ ഒരു മനസ്സുണ്ടാകാറില്ല. അത്രയും നല്ലൊരു ശുദ്ധമായ ഒരു പുഴയാണ്. ഒരു അപകടം പറ്റാത്ത ഒരു പുഴയുമാണ്.
പിന്നെ ഞങ്ങൾ പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളെ വെള്ളം മലിനമായി, ഇനി ഒന്നും നോക്കാനേ ഇല്ല. ഞങ്ങളെ പുഴയിലേക്ക് ആകുമ്പോൾ ഞങ്ങൾ പുഴ ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. ആ പുഴയിലേക്ക് ഞങ്ങൾക്ക് അടുക്കാനുള്ള ഒരു തോന്നുന്നുമില്ല. ഇപ്പൊ എന്താ വെച്ചാല് ഞങ്ങൾ കിണറിലെ വെള്ളം മലിനായി പോയി. പിന്നാണ് രോഗം, ഒരുപാട് രോഗം കൂടിക്കൊണ്ടിരിക്കുന്നത്. പനികൾ പടരുകയാണ്, ശ്വാസമുട്ടും ചുമയും നിൽക്കുന്നില്ല, മഞ്ഞപ്പിത്തം പെരുകുന്നു. അങ്ങനത്തെ എല്ലാ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഇതുവരെ ഒരു അധികാരികൾ ഇതിന് കണ്ണ് തുറന്നിട്ടില്ല എന്നുള്ള പറയാനുള്ളത്. ഒരു 100-ൽ പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ശുദ്ധവായും ശുദ്ധജലവും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ സ്മെല്ല് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 200 മീറ്റർ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇരുതുള്ളി പുഴ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനോട് തൊട്ടടുത്താണ് ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം അവിടെ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് സ്പ്രെഡ് നന്നായിട്ട് ഇങ്ങോട്ടേക്ക് വ്യാപിക്കുകയാണ്. അപ്പോൾ രീതിയിലും കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. കാരണം ഒരു കൊച്ച് 5ാം വയസ്സ് മുതൽ അല്ലെങ്കിൽ 4ാം വയസ്സ് മുതൽ ഇവിടെയാണ് പഠിച്ചു വരുന്നത്. LKG, UKG, അതുപോലെ 1, 2, 3, 4. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം അടച്ചു പൂട്ടുന്നവരെ നമ്മൾ തുടർ സമരങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ സ്ഥാപനത്തിൽ കൃത്യമായിട്ടുള്ള മെഷീനറീസ് ഒന്നും അവരിതുവരെ സെറ്റാക്കിയില്ല. 30 ടണ്ണ് മാലിന്യം സംസ്കരിക്കാനുള്ള പെർമിറ്റാണ് ജില്ലാ കളക്ടർ അവർക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. 30 ടണ്ണിന്റെ മുകളിൽ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി അവരുടെ മെഷീനറീസിനില്ല. എന്നിട്ടും അവര് 150 ടണ്ണ്, 200 ടണ്ണ്, അതിനപ്പുറം ടണ്ണുകളിലെ കോഴി മാലിന്യങ്ങളാണ് ഇവരെ സംസ്കരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ മറ്റെവിടെയും എടുക്കാത്ത മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ഒരു പ്ലാന്റും എടുക്കാത്ത കോഴി വേസ്റ്റുകൾ, ചീഞ്ഞളിഞ്ഞ കോഴി വേസ്റ്റുകൾ 2-3 കണ്ടെയ്നറിൽ ഇവിടെ വന്ന് ഇവിടെ തള്ളിങ്ങാണ്ട് ഇവിടുന്ന് പിന്നെ അമോണിയ പോലത്തെ മാരകമായ സ്പ്രെഡാണ് അവരുടെ ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വ്യാപിക്കുന്നത്. ആദ്യ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ചിലപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു സ്മെല്ല് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഏത് സമയത്തൊന്നും ഇല്ല. ചിലപ്പോൾ രാവിലെ ആവാം, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാവാം, ചിലപ്പോൾ വൈകുന്നേരം വിടുന്നതിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മെല്ല് വരും. പിന്നെ ഏറ്റവും അസഹ്യമായി തോന്നുന്നത് ചിലപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് വിളമ്പുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ വന്നതാണ് ഞങ്ങൾക്ക് അസഹ്യമായിട്ട് തോന്നുന്നത്. കാരണം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അന്നേരം ഉണ്ടായി. അവർക്ക് വീട്ടിൽ ഉള്ള സമയത്തും അതേ സ്മെല്ല് തരുന്നു. അത് കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോഴും ഇതേ സ്മെല്ല്. അവരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഈ പകൽ സമയങ്ങളിലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് രാത്രിയും പകലും എല്ലാവരും എല്ലാ സമയവും അവർ ഇതേ സ്മെല്ല് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി ആഘാതം പരമാവധി കുറച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം എന്ന് കമ്പനി പ്രതിനിധികൾ പറയുന്നു. നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം. ഈ മാലിന്യത്തിന്റെ തോത് വലുതാണ്, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. എന്താണ് നിങ്ങളുടെ ഒരു വിഷയം? മാലിന്യത്തിന്റെ തോത് കൂടുതലാണെന്നുള്ള പറയുന്നതിന് ഇപ്പോൾ ഓൾറെഡി നിലവിൽ 30 ടണ്ണ് വേസ്റ്റാണ് ഇപ്പം കമ്പനിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി മുതൽ അത് 30 ടണ്ണ് കൂടുതൽ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ 3 സോണുകളായി തിരിച്ച്, കോഴിക്കോട് ജില്ലയിൽ 3 സോണുകളായി തിരിച്ച് ഫ്രീസർ സംവിധാനം വെച്ച് അവിടെ നിന്നാണ് ഡയറക്റ്റ് നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളാക്കിയിട്ടുള്ളത്. പിന്നെ നാട്ടുകാർ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് NIT-യിലെ വിദഗ്ധ സംഘവും ഈ ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ വിദഗ്ധ സംഘവും അവിടെ വന്ന് പ്ലാന്റ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ബയോബെഡ് സ്ഥാപിക്കാനും അതിൽ പാർട്ടീഷൻ സംവിധാനങ്ങൾ ചെയ്തും കഴിഞ്ഞ് അവിടുന്ന് എല്ലാ എയറുകളും മലിനമായ സ്മെല്ലുകളെല്ലാം വലിച്ച് ബ്ലോവർ വെച്ച് വലിച്ച് പുതിയ ബയോബെഡിലേക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങളാക്കാൻ വേണ്ടി പറഞ്ഞു. അതെല്ലാം ഇപ്പം ചെയ്തു. ഏകദേശം 2 ആഴ്ചയായി. അപ്പം പണിയെല്ലാം കംപ്ലീറ്റ് ആയി. എല്ലാവിധ രീതിയിലുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ വാഷിംഗ് ഏരിയ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതും നമ്മൾ മലിനജലമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അത് നമ്മൾ പുറത്തുനിന്നും കോൺട്രാക്ടർ ബേസിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ അധീനയിലാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 100 KLD-ന്റെ 1 ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം ശുദ്ധീകരിക്കുന്ന സംവിധാനം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. അത് റണ്ണിംഗ് ആണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ അതിന്റെ ഭാഗത്തു നിന്നില്ല. എവിടെ നിന്നൊക്കെയാണ് സംഭരിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ കടകളിൽ നിന്നുമാണ് ഞങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കടയിലും ഫ്രീസറും സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അവർ ചില കടകളിലൊന്നും ഫ്രീസർ സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സോണുകളായി തിരിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഫ്രീസർ സംവിധാനങ്ങൾ വെക്കാനുള്ള ഒരു സംവിധാനം ആക്കിയത്. അപ്പോൾ അതോടുകൂടി ആ വേസ്റ്റ് അഴുകിയിട്ടുള്ള ഒരു
പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും. ഫ്രഷ് കട്ടിലേക്ക് വരുന്നത് ഇനി ഫ്രഷായ വേസ്റ്റ് മാത്രമേ ഇനി ഫ്രഷ് കട്ടിലേക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ ഈ വിദഗ്ധ സംഘം എന്ന് പറഞ്ഞത് ഈ ഡോർ തുറക്കുന്ന സമയത്തും ഓപ്പൺ ചെയ്യുന്ന സമയത്തുമാണ് സ്മെല്ല് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു ഏരിയനെ പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു ഡക്റ്റിംഗ് സമ്പ്രദായം കൊണ്ടുവന്ന് ആ സ്മെല്ലും കാര്യങ്ങളും പുതിയ ബയോബട്ടിലേക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ രണ്ടാഴ്ചയായി വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തീരെ പ്രയാസങ്ങളില്ലാതെ തന്നെ ഇപ്പം പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന ശേഷം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് ഇതിനെ ശരിക്കും ഡ്രൈ ചെയ്യുക ചെയ്യുന്നത്. അതായത് 1 മണിക്കൂർ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിക്കൂർ ഡ്രൈയിങ് പ്രോസസ്സ് കൂടി കഴിയുന്നതോടുകൂടി ഈ ചിക്കൻ വേസ്റ്റിനെ ഒരു അനിമൽ പ്രോട്ടീനിലേക്ക് ആവശ്യമായ ഫീഡിലേക്ക് ആവശ്യമായ പ്രോട്ടീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അനിമലിന്റെ ഫീഡിലേക്ക് ആവശ്യമുള്ള പ്രോട്ടീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ബൈ പ്രോഡക്റ്റ്. എൻ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഒന്നും പുറത്തു വരുന്നില്ലെന്നുള്ളതാണ്. അതായത് ഇതിൽ വരാൻ പോകുന്നത് സ്മെല്ലും പിന്നെ വാട്ടറുമാണ്. അത് നമുക്കിവിടെ ETB സംവിധാനങ്ങളുണ്ട്. നിലവിൽ നമുക്ക് 40,000 ലിറ്റർ വെള്ളമേ വരുന്നുള്ളൂ, മലിനമായ വെള്ളമേ വരുന്നുള്ളൂ. നമുക്ക് നിലവിൽ കമ്പനി സ്ഥാപിച്ചത് 1,00,000 ലിറ്റർ വെള്ളത്തോളം സംഭരിക്കാനുള്ള ശേഷി. അത് PCBയുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 1,00,000 ലിറ്റർ വെള്ളത്തിന്റെ സംവിധാനം ഇവിടെ ചെയ്തത്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്ന രീതിയിലുള്ള ടെക്നീഷ്യൻ പറയുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം പ്ലാന്റിൽ നിലവിലുണ്ട്. പിന്നെ ജനങ്ങൾക്കുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ പിന്നിലുള്ള തോട്ടിലൂടെ മലിനജലം പുഴയിലേക്ക് ഒഴുകുന്നുണ്ട്. ഇപ്പം നിലവിൽ അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തോട് പൂർണ്ണമായും ഡ്രൈ ആണ്. അത് തീർത്തും എന്താ പറയാ തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണം മാത്രമാണ് ഈ പുഴയിലൂടെ നമ്മൾക്ക് പുറത്തേക്ക് വരും. കാരണം ഇത്രയും വലിയൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് യാതൊരു രീതിയിലും അത് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട യാതൊരു രീതിയിലുള്ള ഒരു ആവശ്യമില്ല. പിന്നെ കേരളത്തിൽ ഇതുപോലൊരു പ്ലാന്റ് വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. കമ്പനിയുടെ പ്രവർത്തനം മൂലം ജീവിതം ദുഷ്കരമാണെന്നാണ് നാട്ടുകാരുടെ വാദം. എന്നാൽ കൃത്യമായ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കമ്പനി അധികൃതരും വ്യക്തമാക്കുന്നു. നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കമ്പനി പ്രവർത്തിക്കുന്നതിനും നാട്ടുകാരുടെ ആശങ്കകൾ ഇല്ലാതാക്കുന്നതിനുമുള്ള നടപടികളാണ് ഇനി വേണ്ടത്.